ഇത് സൈനിക നടപടിയല്ല, ക്രൂരമായ കൂട്ടക്കൊല. കാബൂൾ ആക്രമണത്തിൽ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇന്ത്യ. കാബൂളിലെ ലഹരി വിമോചന കേന്ദ്രത്തിന് നേരെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെയാണ് ഇന്ത്യ ശക്തമായി കടന്നാക്രമിച്ചത്. 400-ലധികം പേർ കൊല്ലപ്പെട്ടതായി താലിബാൻ അവകാശപ്പെടുന്ന ഈ ആക്രമണത്തെ ക്രൂരമായ കൂട്ടക്കൊല എന്നും ഭീരുത്വപരവും മനസാക്ഷിക്ക് നിരക്കാത്തതുമായ ആക്രമണമെന്നും ഇന്ത്യ വിശേഷിപ്പിച്ചു. കാബൂളിലെ ഒമിത് അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിന് നേരെ നടന്ന ആക്രമണത്തിൽ 300ഓളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് ഈ സംഭവം. പാകിസ്ഥാൻ ലക്ഷ്യമിട്ട കേന്ദ്രത്തെ ഒരു തരത്തിലും സൈനിക ലക്ഷ്യമായി ന്യായീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പാകിസ്ഥാൻ ഒരു കൂട്ടക്കൊലയെ സൈനിക നടപടിയായി വേഷം കെട്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു. കാബൂളിലെ ഭീകരവാദ കേന്ദ്രങ്ങളെയും സൈനിക സംവിധാനങ്ങളെയുമാണ് തങ്ങൾ കൃത്യമായി ലക്ഷ്യമിട്ടതെന്ന പാക് വാദത്തിന് പിന്നാലെയാണ് ഇന്ത്യയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെയുണ്ടായ തുടർ സ്ഫോടനങ്ങൾ അവിടെ വലിയ തോതിൽ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്നതിന്റെ തെളിവാണെന്നും ഷഹബാസ് ഷെരീഫ് സർക്കാർ അവകാശപ്പെട്ടിരുന്നു. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ ഭീകരർക്ക് അഫ്ഗാൻ താലിബാൻ സുരക്ഷിത താവളമൊരുക്കുന്നുവെന്ന പാക് ആരോപണമാണ് നിലവിലെ സംഘർഷത്തിന് പ്രധാന കാരണം. രാജ്യത്ത് നടക്കുന്ന പല ചാവേർ ആക്രമണങ്ങൾക്കും പിന്നിൽ താലിബാനാണെന്നാണ് പാകിസ്ഥാന്റെ വാദം. ആക്രമണത്തെ ഹീനമായ ആക്രമണ പ്രവൃത്തിയെന്ന് വിശേഷിപ്പിച്ച ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള നഗ്നമായ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും പറഞ്ഞു. കഴിഞ്ഞ വർഷം ധാരണയിലെത്തിയ വെടിനിർത്തലിന് ശേഷം കഴിഞ്ഞ മാസം രൂക്ഷമായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം ഇറാൻ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ഇതിനകം തന്നെ നേരിടുന്ന മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ട്. പുണ്യ റംസാൻ മാസത്തിലാണ് ഈ ആക്രമണം നടന്നതെന്ന കാര്യവും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒരു ആശുപത്രിയെയും അതിലെ രോഗികളെയും മനഃപൂർവ്വം ലക്ഷ്യം വെക്കുന്നതിനെ ന്യായീകരിക്കാൻ ഒരു വിശ്വാസത്തിനോ നിയമത്തിനോ മതത്തിനോ കഴിയില്ലെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിൽ നിന്ന് തീയും പുകയും ഉയരുന്നതിന്റെയും രക്ഷാപ്രവർത്തകർ സ്ട്രെച്ചറുകളിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആക്രമണം നടക്കുമ്പോൾ ഏകദേശം 2000ഓളം പേർ അവിടെ ചികിത്സയിൽ ഉണ്ടായിരുന്നുവെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. ആശുപത്രിക്ക് സമീപം സൈനിക കേന്ദ്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അഫ്ഗാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. തുടർച്ചയായി 3 ബോംബുകൾ പൊട്ടിത്തെറിച്ചതുപോലെയാണ് അനുഭവപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. പാകിസ്ഥാൻ ആക്രമിച്ച പ്രദേശം മുൻപ് ഒരു അമേരിക്കൻ സൈനിക താവളമായിരുന്നു. മയക്കുമരുന്നിന് അടിമകളായിരുന്നവരുടെ കുപ്രസിദ്ധമായ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നു. 2021 ഓഗസ്റ്റിൽ താലിബാൻ ഭരണം ഏറ്റെടുത്തതിനു ശേഷം US സൈന്യത്തെ പിൻവലിച്ചതിനെ തുടർന്ന് അവർ അതിനെ ഒരു മയക്കുമരുന്ന് പുനരധിവാസ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.